ഹരി ഓം നമസ്തേ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് തലയിൽ ഞാൻ എങ്ങനെയാണ് ഡൈക്ക് പകരം എന്താണ് ഉപയോഗിക്കുന്നത് അതാണ്. കാരണം ഇപ്പോഴത്തെ ഡൈ ഒക്കെ വാങ്ങുന്നതൊക്കെ ഉപയോഗിച്ചാൽ തലയ്ക്ക് വളരെയധികം കേടാണ്, കണ്ണിനും ദൂഷ്യം ചെയ്യും. അതുകൊണ്ട് കഴിയുന്നവരെല്ലാവരും അവരവർ തന്നെത്താനെ വീട്ടിൽ ഇരുന്ന് ഇത് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഒരു 1/4 കിലോ കടുക്, കടുക് കഴുകി നമ്മൾ ഇപ്പം നല്ല ചൂടുണ്ടല്ലോ, ആ വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിച്ച് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള 1/4 കിലോ കടുക് എടുക്കും. അതുപോലെ നല്ല കറിവേപ്പില, നമ്മുടെ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന കറിവേപ്പില വേണം നമുക്ക് ഉപയോഗിക്കാൻ. ആ കറിവേപ്പില കുറേ എടുക്കും. അതിൻ്റെ കൂടെ പനിക്കൂർക്കയുടെ ഇല എടുക്കും. പിന്നെ തുളസിയുടെ ഇല എടുക്കാം. നമുക്ക് ഏതൊക്കെ നമുക്ക് അവൈലബിൾ എന്നുള്ളത് വെച്ചുകൊണ്ട് ചെയ്താൽ മതി. എല്ലാവർക്കും എല്ലാ ഇലകളും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ആ ഇല, പേരയുടെ ഇല എടുക്കും, തുളസി ഇല എടുക്കും, പിന്നെ പൂവങ്കറന്തിൻ്റെ ഇല, ഒന്നിൽ 7 കൂട്ടം ഇല ആയിരിക്കണം എല്ലാം കൂടെ. അപ്പോൾ അല്ലെ 5. നമുക്ക് ഏതാണ് കയ്യിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ, ഈ കടുകും കറിവേപ്പില ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പനിക്കൂർക്കയും തുളസിയും പൂങ്കരത്തിനും അലർജി ഉള്ളവർക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് അതുകൂടെ മിക്സ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കടുക് ഈ ഇലകളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ഇരുമ്പ് ചിഞ്ചട്ടിയിട്ട് വറക്കുന്നതാണ് ഏറ്റവും നല്ലത്. വറക്കണം, എണ്ണയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഈ കടുകും ഈ ഇലകളെല്ലാം കൂടെ അരിഞ്ഞ് കടുക് അരിയേണ്ട, ഇലകളെല്ലാം അരിഞ്ഞ്, ഞാൻ പ്രത്യേകിച്ച് അതിന് പറഞ്ഞു തരേണ്ട കാര്യമില്ലെങ്കിലും ഈ ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞിട്ട് നല്ലപോലെ ഇരുമ്പ് ചീൻചട്ടിയിൽ വറുത്ത് എടുക്കണം. വറുക്കുമ്പം കടുക് പൊട്ടിത്തുടങ്ങും. ആ പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ നല്ല ബ്ലാക്ക് കളർ വരും. ആ കളർ വരുമ്പോൾ നമുക്കിത് എല്ലാം കൂടെ വാങ്ങി വയ്ക്കും. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് സ്വല്പം സവാളയുടെ തൊലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചെയ്താലും നല്ലതാണ്. അത് പിന്നെ പകുതി മൂക്കാറാകുമ്പോൾ ഇട്ടാൽ മതി. അതിന് പെട്ടെന്ന് ഈ ചൂട് കൊണ്ട് തന്നെ അതങ്ങ് ശരിയാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ശരിയാക്കി ഏകദേശം ഒന്ന് വാങ്ങി തണുത്തു കഴിയുമ്പോൾ മിക്സിയിലിട്ടൊന്ന് അടിച്ച് പൗഡറാക്കി ഒരു നല്ല കുപ്പിയിലാക്കി സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നമുക്ക് ആവശ്യത്തിന് മാത്രം 1 സ്പൂൺ എടുക്കുക. അതിൻ്റെ കൂടെ കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണയാണ് ഏറ്റവും നല്ലത്. ആ ആവണക്കെണ്ണയിൽ 1 സ്പൂണ് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പൊടി മിക്സ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇളക്കി നമ്മുടെ തലയിൽ പുരട്ടിയ താരൻ വരത്തില്ല. അതുപോലെ തലയ്ക്ക് നല്ല സുഖമാണ്. ഞാൻ അതാണ് തേക്കുന്നത്, വേറൊന്നും ഞാൻ വാങ്ങി തേക്കാറില്ല. അപ്പം തലമുടി വളരാനെന്നെങ്കിലും ആവണക്കെണ്ണ ഏറ്റവും നല്ലതാണ്. അതുപോലെ ഈ കണ്ടൻസ് എല്ലാം നല്ലത് തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ഈ ഡൈ ഉപയോഗിക്കുക. ഞാൻ തലേ ദിവസം രാത്രി തന്നെ എൻ്റെ തലയിൽ ഇത് പുരട്ടിയിട്ട് പിന്നെ പിറ്റേ ദിവസമേ തല ഒന്ന് കഴുകുള്ളൂ. ഒരു ശകലം പോലും അന്നേരം ഈ ഡൈ പോകാറില്ല, അതങ്ങനെ തന്നെ കിടക്കും. മറ്റേ ഞാൻ മേടിക്കുന്ന ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് തലമുടിയൊക്കെ ഭയങ്കരമായിട്ട് പൊഴിയും, കണ്ണിനും ഇങ്ങനെ ചൂട് പോലെ വരും, പിന്നെ ഒത്തിരി ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇപ്പോൾ ഇത് തേച്ച് തുടങ്ങിയ പിന്നെ എനിക്ക് വളരെ സുഖമാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം എഴുതുക. അതുപോലെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് എനിക്ക് എൻ്റെ യാത്ര മുന്നോട്ട് പോകാൻ എന്നെ കൂടുതൽ ഉത്സാഹപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കാണാം.